നിനക്കിഷ്ടപ്പെട്ടല്ലോ, അത് മതി. കണ്ടാ ഞാൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഇതും മുടക്കും. മുത്തശ്ശി പറയുന്നത് ശരിയാണ് രവി. ഞാൻ നമ്മുടെ ഡോക്ടറോടും ചോദിച്ചു. അയാൾക്കും കുട്ടിയെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതല്ല, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉപേക്ഷിച്ച് നമുക്ക് വേറെ കെട്ടാം. ഒരു കല്യാണ വീട്ടിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ. നല്ലൊരു ഡബിൾ കോട്ട് പോലും ഇല്ല. അയ്യോ, നല്ലൊരു ഡബിൾ കട്ടിൽ വളരെ വളരെ അത്യാവശ്യം. ഓടിയകത്ത് വല്ലവരും വല്ലതും പറഞ്ഞാൽ ഉടനെ ചിരിക്കാൻ തുടങ്ങും. ഈ കൊടൈക്കനല്ല എങ്ങനെ ഇപ്പൊ തണുപ്പാണ്. എന്തിനാ? അല്ല, തണുപ്പാണെങ്കിൽ ഹണിമൂൺ അവിടെ ആക്കിയാലോ എന്നൊരു ആലോചന. ഇത്തിരി തണുപ്പിന് വേണ്ടി അവിടെ വരെ വണ്ടി ഓടിക്കണം. ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു AC റൂം എടുത്താൽ പോരെ? അതല്ലടോ, അവിടം വരെയുള്ള ആ ഒരു യാത്രയും ബഹളവും അങ്ങനെ മൊത്തം ത്രില്ലുണ്ടാവും. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നീ മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. പെണ്ണിന്റെ അച്ഛന് പരമസുഖം. മണ്ഡപം ബുക്ക് ചെയ്യുന്നത് ചെറുക്കൻ, സദ്യക്കാരെ ഏർപ്പാടാക്കുന്നത് ചെറുക്കൻ. അവസാനം നീ സ്ത്രീധനവും വേണ്ടെന്ന് വെച്ച് കളയോ? അത് വിട്. അവര് മാരുതി വാൻ ഒരെണ്ണം എന്റെ പേരിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ മാരുതി വാനിന് എന്ത് മൈലേജ് കിട്ടും? അത് വാൻ കൈ കിട്ടുമ്പോ ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. വണ്ടി എടുത്ത് നിർത്ത്. അതാണ് കക്ഷി. ഏത് കക്ഷി? ഇന്ദു, എന്റെ വുഡ്ബി. ഞാൻ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഇന്ദു, ഇന്ദു, എന്താ ഇവിടെ? 1-2 ലെറ്റേഴ്സ് അയക്കാനുണ്ടായിരുന്നു. എനിക്കാണോ? ഞങ്ങളുടെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ പോവാ. ഇന്ദുന്റെ അച്ഛൻ പറഞ്ഞിരുന്നേ. ഇവിടെ കാറിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. മൂപ്പര് ഒന്ന് മീറ്റ് ചെയ്യാം. വരും. ഹരി, അയ്യോ ഇവനെവിടെ പോയി? മറ്റേ സാറെന്തേ? മൂത്രമൊഴിക്കാനാണെന്ന് തോന്നുന്നു. ഇറങ്ങി ഓടുന്നുണ്ട്. അതൊന്നും ആവില്ല. ഇന്ദുന് തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ. നീ ഇതെവിടെ പോയിരുന്നു? ഈ ഫോൺ ബിൽ അടച്ചില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. ഞാൻ ചെന്നു. യെസ്, രവികുമാർ ഹിയർ. ആരാ? നിങ്ങൾ ഞെട്ടരുത്. വിവേക ബുദ്ധിയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. മറ്റൊരുത്തന്റെ കാമുകിയെ തന്നെ വേണോ നിങ്ങൾക്ക് ഭാര്യയായിട്ട്? നിങ്ങളാരാ? ഇന്ദുവിന്റെ കാമുകൻ തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത്. ഞങ്ങളെ വെറുതെ വിടൂ പ്ലീസ്. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. വികാരങ്ങളെ നിയന്ത്രിക്കൂ. സത്യത്തിന്റെ മുഖം പലപ്പോഴും വികൃതമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാനും ഇന്ദുവും ഒരുമിച്ച് ചെലവിട്ട ആ നിമിഷങ്ങൾ. ആരടാ നീ? വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടൊന്ന് പറ. എനിക്ക് കേൾക്കണ്ട. വെക്കടാ തെണ്ടി ഫോൺ. കഴുതേ, നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഒടിച്ചു. ആരാ സാർ? എന്താ പ്രശ്നം? ആ കോയമ്പത്തൂർ ബ്രാഞ്ചിന്റെ മാനേജരാ. അയാൾക്ക് 2 കിട്ടേണ്ട. ഹലോ, ഗോവിന്ദൻ നായരല്ലേ? ഞാൻ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്താ, മൊയ്തീൻ. നല്ല ഓർമ്മ കാണില്ല. നമ്മൾ 3ാം ക്ലാസ്സിൽ മാത്രമേ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. വരനെപ്പറ്റി നന്നായി അന്വേഷിച്ചതിന് ശേഷമാണോ ഈ തീരുമാനം എടുത്തത് എന്നെനിക്ക് സംശയമുണ്ട്. ആ ചെറുപ്പക്കാരൻ എനിക്കറിയാം. അയാളൊരു ക്രോണിക് മദ്യപാനിയാണ്, മയക്കുമരുന്നിന്റെ അടിമയാണ്. അയാളെ മയക്കുമരുന്നുകളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. 1 രൂപ കോയിനുണ്ടോ? ഫോൺ ചെയ്യാൻ രൂപ. ഇത് മൂർഖൻ അണലി, ചേനത്തണ്ടം, വെള്ളിക്കെട്ടൻ, കരിമൂർക്കൻ, രാജവമ്പാല, ചേര, നീർക്കോല എല്ലാമേ ഉള്ള ഇருக்கு സാർ. എന്താ പാമ്പ് വേണോ? എനിക്കങ്ങനെ ഒരു പാമ്പിനോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. പക്ഷെ കണ്ടാൽ എന്റെ ഭാര്യ നടുങ്ങണം, ഞെട്ടി വിറക്കണം. ഈ വീട്ടിൽ ഇനി താമസിക്കാൻ വയ്യേ എന്നും പറഞ്ഞു ഓടണം. ആമാ, அப்படின்னா இந்த மூர்க்கன் தான் சார் நல்லது. இந்த பத்தி எல்லாமே விடர்த்தி பயங்கரமான உருவத்திலே காட்டுறேன்.
உங்க பொண்டாட்டி என்ன இந்த மனித சமுதாயமே நடுங்கிற ஒரு பாம்பு நான் പറഞ്ഞേ. അത്ര ഭയങ്കരം വേണമെന്നില്ല. ഒരു നീർക്കോലിയെ കണ്ടാൽ തന്നെ വരണ്ട ഓടുന്നവളാ അവള്. അപ്പൊ എത്ര മണിക്ക് വരും? சூரியன் மறைஞ்சதும் நான் உங்க வீட்டு பின்னாடியா வந்து எங்கேயாவது ஒளிஞ்சு நிக்கிறேன். எப்படி? ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഇത്രയും അഡ്വാൻസ്. ബാക്കി സംഗതി വിജയിച്ചതിന് ശേഷം പോട്ടെ. தைரியமா போங்க சார். நம்ம தமிழ் குலமே வாழ்க. கலைஞர் கருணாநிதி வாழ்க. கடவுளே காப்பாத்து. பயப்படாதே நான் தான். എന്തായി? எல்லாமே ரெடி சார். இந்த பாம்பு இழஞ்சழிஞ்சு முட்டத்தோட்டு வரும். அப்ப பொண்டாட்டிக்கு காட்டி கொடுங்க. அதுக்கப்புறம் நீங்க உள்ள போங்க. இந்த பாம்பு ஓடி ரோட்டிலே പോകും. நான் பிடிக்கும். எப்படி? കറക്റ്റ്. അപ്പൊ പാമ്പ് ഓടിട്ടുമാ. ഇപ്പൊ എടോ എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും പിടിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തണ്ടേ? ആമാ ഒരു കാര്യം ചെയ്യാം. പാമ്പര വിടേണ്ട സമയമാകുമ്പോ ഞാൻ ഉറക്കെ ഒരു വിസിലടിക്കും. വിസിലടിച്ചതും പാമ്പര വിട്ടേക്കണം. இந்த விசில ஆமா ஆமா ரெடி சார் ரெடி. വിജി ദാ വരുന്നു. ഈ കസേരയൊക്കെയായിട്ട് എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് വാ പറയാം. മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ മനസ്സ് മുരടിച്ചു പോകും വിജി. ഞാൻ ഒത്തിരി നാളായി വിചാരിക്കുന്നതാ കാർ പോർച്ചിൽ കസേരയൊക്കെ ഇട്ടിരുന്ന് പല പല നർമ്മ സംഭാഷണങ്ങളും നമുക്ക് നടത്തണമെന്ന്. ഇന്നാണ് ഒരു അവസരം കൈവന്നത്. വരൂ. ഞാൻ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെച്ചിരിക്കുക. ഐ ഡോണ്ട് കെയർ ചപ്പാത്തി. എനിക്കിത് ഭയങ്കര മൂഡ്. എ മോസ്റ്റ് റൊമാൻറ്റിക് ഈവനിങ്. എന്റെ മനസ്സിൽ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വിജി. വരൂ 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 പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ ഹരിയേട്ടന് ഓരോ നേരത്തെ ഓരോ ഭ്രാന്ത. Yes, I am mad because I am in love. A man in love is ridiculous to watch. എന്നോട് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിക്കൂ വിജി. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഈ കാണിക്കുന്നേ? ഞാൻ അറിയാതെ കുറച്ച് ഇമോഷണലായി പോയി. ഇമോഷണലായ ഞാൻ എപ്പോഴും ചൂടായിരിക്കും. നമ്മുടെ ഗാർഡനിലേക്ക് പൂച്ചട്ടികളിലേക്ക് വെറുതെ നോക്കിയിരുന്നോളൂ. എന്ത് ഭംഗിയാണത് കാണാനല്ലേ? എന്ത് പൂച്ചട്ടി? പല പൂച്ചട്ടികളും. ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി. പാമ്പ് കയറി. പാമ്പ് 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 കയറിയേ. പാമ്പ് 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 എന്താ മോനെ? വിജയല്ലേ കിടന്ന് നിലവിളിക്കുന്നു? എന്താ നോക്കാം. എന്താ വിജി? എന്തിനാ കരയുന്നത്? മുത്തശ്ശിയകത്ത് പാമ്പുണ്ട്, സൂക്ഷിച്ചു നിന്നോ. അയ്യോ പാമ്പോ? പാമ്പെന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര അർത്ഥ. നീ അതിനെ കൊന്നിട്ട് വന്നാ മതി. അയ്യോ വിജയ്, നീ എങ്ങോട്ടടി? ആ വിജയ് അകത്തുണ്ടോ നോക്ക്. പെമ്പിള്ളേരായാലും ഇങ്ങനെ പേടി പാടില്ല. അയ്യോ എന്താ എന്താ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഡോക്ടർ പോയി നോക്കിക്കേ. ഒരു പിടിയില്ല. അങ്ങനെ ഒരു കാര്യം. പാമ്പെവിടെ? അല്ല ഹരി എവിടെ? ഹരിയേട്ടൻ എവിടെ പോയെന്നറിയില്ല. പാമ്പിന് അങ്ങോട്ട് എഴുതി പോയി. എന്നാ പിന്നെ അവിടെ തന്നെ നിന്നോ. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി. എവിടെ പാമ്പ്? എവിടെ? എന്റെ പോക്കറ്റിൽ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോ സദ്യ ഉണ്ണാൻ വരുമ്പോലെ വരാതെ ഒരു വടിയായിട്ട് വന്നൂടെ ഡോക്ടറെ? ആ വടിയും കൊണ്ടുവന്നേ. ഓട്ടി പോലെ കയറി വരും. ഓ പിന്നെ ഞാൻ അങ്ങോട്ട് പോ. പാമ്പ് ഇങ്ങോട്ട് വന്നാലോ? ആ കട്ടലിന്റെ കൊണ്ട് നോക്കണം. അവിടെ ഉണ്ടാവും ചിലപ്പോ. ഇങ്ങോട്ട് വഴി മാറണോ? എങ്ങോട്ടേ പോകുന്നത്? മുകളിലേക്ക്. മുകളിലേക്ക് ഒന്നും പാമ്പ് കയറി പോവില്ല ഇല്ലേ? അല്ലേ ഞാൻ പോണു. അയ്യോ എന്നെ പാമ്പ് കടിച്ചേ. എന്നെ പാമ്പ് കടിച്ചേ. പാമ്പിന്റെ വാക്കകത്തോട്ട് കാല് കയറ്റി വെച്ചു കൊടുത്താ പിന്നെ എങ്ങനെ അത് കടിക്കാതിരിക്കുന്നേ? നിങ്ങൾ എന്തെന്നാ പറയുന്നേ? പാമ്പിന്റെ വായി കാല് കയറ്റാൻ ഇവൻ എന്താ വട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് സംശയം. ഇത്രയും പേര് ഇണകത്ത് കയറിയിട്ട് ആ പാമ്പ് എവനെ മാത്രം തെരഞ്ഞു പിടിച്ച് കടിച്ചെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, സർപ്പശാപം. ആ എടോ ഹരികൃഷ്ണ,
ഈ വീട് കെട്ടിയത് പട്ടണക്കാട്ട് മുസ്തഫ തങ്ങളാണ്. അയാളുടെ കയ്യിൽ നിന്ന് നീ ഈ വീട് വാങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം പാമ്പ് പോയിട്ട് ഒരു തേള് പോലും ഇക്കാലം വരെ ഈ കാമ്പൗണ്ടിനകത്ത് കയറിയിട്ടില്ല. യവൻ എന്നാടി ഇത്രയും വലിയ അന്ധവിശ്വാസിയായി? എന്തായാലും ഇനി വീട്ടിൽ താമസിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇത്രയും കാലം താമസിച്ചില്ലേ? നിനക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എവിടുന്നെങ്കിലും ഒരു കീരിയെ കൊണ്ടൊന്ന് പോറ്റിക്കും. ഏത് പാമ്പിനെയും കീരി നേരിട്ടോളൂ. എന്നിട്ട് വേണം കീരിയും കൂടി എന്നെ കടിക്കാൻ. നാളെ രവിയുടെ കല്യാണമാ. അടുത്ത വീട്ടിൽ പാമ്പ് കടിയേറ്റ ഒരു രോഗി ഇങ്ങനെ കിടക്കുമ്പോ കല്യാണം ശുഭാവുകയില്ല. അതുകൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം വിജി. അയ്യോ, അത് പാടില്ല ഹരി. കുറച്ചു ദിവസത്തേക്ക് ശരീരം അണ്ണുവടെ ഇളക്കാൻ പാടില്ലെന്ന് വൈദ്യുതി പറഞ്ഞല്ലേ? പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ബുദ്ധിയും വിവരമുള്ളവർ പറയുന്നതനുസരിച്ച് അനങ്ങാതെ കിടക്കുക, അത്രയും മതി.